ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മൾ പ്രധാനമായിട്ടും സെക്കൻഡ് ഇയറിലെ ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ 16 ചാപ്റ്റേഴ്സ് ആണ് സെക്കൻഡ് ഇയറിൽ ഉള്ളത്. 60 മാർക്കിനാണ് ചാപ്റ്റേഴ്സ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് സോളിഡ് സ്റ്റേറ്റ് എന്നാണ്. ചാപ്റ്ററിന്റെ പേര് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് മാറ്ററിന്റെ ഫേസസിനെ കുറിച്ച് നമുക്കറിയണം. മാറ്ററിന് പ്രധാനമായിട്ടും 3 ഫേസസ് ആണുള്ളത്. ഒന്ന് സോളിഡ് ഫേസ് ഉണ്ട്, സെക്കൻഡ് വൺ ലിക്വിഡ് ഫേസ് ഉണ്ട്, തേർഡ് വൺ ഗ്യാസ് ഫേസ് ഉണ്ട്. പിന്നെയും ഫേസസ് ഉണ്ട്. അടുത്ത പ്ലാസ്മ ഫേസ് ഉണ്ട്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ ഫേസ് ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ലിക്വിഡ് ഫേസും ഗ്യാസ് ഫേസും നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ലിക്വിഡും ഗ്യാസും. ഇവിടെ നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. എന്താണ് സോളിഡ്? സോളിഡ് എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയവും ഉള്ള ഒരു സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം? സോളിഡ് എന്ന് പറയും. അപ്പൊ ഈ ഒരു സാധനം ഇതൊരു സോളിഡ് ആണ്. ഇതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പേരിൽ വിളിക്കുന്നത്? സോളിഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ പീരിയോഡിക് ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് എലമെന്റ്സുകൾ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും കാണപ്പെടുന്നത്. 80% മൂലകങ്ങൾ സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അതിൽ 10 എലമെന്റ്സ് എന്ന് പറയുന്ന ഗ്യാസ് ഫേസിലായിരിക്കും, 2 എലമെന്റ്സ് മാത്രമേ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. അപ്പൊ മൊത്ത എലമെന്റ്സുകളും എന്തിനാണ് കാണപ്പെടുന്നത്? സോളിഡ് സ്റ്റേറ്റ്. ഈ സോളിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. സോളിഡില് എന്ത് കൂടുതലാണ്? ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി വളരെ കുറവുമാണ്. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലും കൈനറ്റിക് എനർജി വളരെ കുറവുമാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞെക്കി ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല സോളിഡിനെ. ഇതൊക്കെയാണ് സോളിഡിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി നമുക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. Solids are mainly classified into 2 types. First one, crystalline solid, and second one, amorphous solid. Amorphous solid. Above, solids are mainly classified into 2 types. First one in the crystalline solid, second one in the amorphous solid. സംശയമില്ലല്ലോ. ഇനി ഓരോന്നിനെയും കുറിച്ച് നമുക്ക് പഠിക്കണം. എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ? ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. പാർട്ടിക്കിൾസിനെ എങ്ങനെയാണ്? ഒരു റെഗുലർ ഓർഡറിലായിരിക്കും പാർട്ടിക്കിൾസിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള സോളിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു വാഴത്തോപ്പിൽ നോക്കുകയാണെങ്കിൽ വാഴകളെയൊക്കെ വെച്ചേക്കുന്ന ഒരേ രീതിയിലാണ്, ഒരേ ഓർഡറിനാണ്. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് നോക്കിയാലും റൈറ്റിൽ നിന്ന് നോക്കിയാലും അതിന്റെ ഓർഡറിലൊന്നും എന്തില്ല, ഒരു വ്യത്യാസവും ഇല്ല. അതെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ക്രിസ്റ്റലൈൻ. അപ്പൊ അവിടെ പാർട്ടിക്കിൾസിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഒരേ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള സോളിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. ഫോർ എക്സാമ്പിൾ പഠിച്ചു വെക്കുക, NaCl ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്, KCl ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് ഒക്കെ എന്തിന് ഉദാഹരണമാണ്? ക്രിസ്റ്റലൈൻ സോളിഡിന് ഉദാഹരണമാണ്. സെക്കൻഡ് വൺ, അമോർഫസ് സോളിഡ്. എന്താണ് അമോർഫസ് സോളിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിന് ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ഇല്ല. അല്ലെന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് പ്രധാനമായും സ്കാറ്റർ ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറും ഇല്ലാതെ ചിന്നിച്ചിതറിയായിരിക്കും പാർട്ടിക്കിൾസിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോ അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ഇല്ലാത്തവയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അമോർഫസ് സോളിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? അമോർഫസ് സോളിഡിന് ഉദാഹരണമാണ്. അപ്പൊ റെഗുലർ അറേഞ്ച്മെന്റ് ഉള്ളവയെ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും, റെഗുലർ അറേഞ്ച്മെന്റ് ഇല്ലാത്തവയെ നമ്മൾ എന്ത് പേരിലുമാണ് അറിയപ്പെടുന്നത്? അമോർഫസ് സോളിഡ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നമുക്ക് പഠിക്കേണ്ട ഇതിന്റെ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് അമോർഫസ് സോളിഡ്. ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ് 2 കോളങ്ങളായി നമ്മൾ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് അതിന്റെ ഡിഫറൻസ് പറയാൻ സാധിക്കും. ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിൽ ഒന്നാമത്തെ ഡിഫറൻസ് പറയുമ്പോൾ അതിന് റെഗുലർ ജോമെട്രിക്കൽ അറേഞ്ച്മെന്റ് ഉണ്ടാകും. റെഗുലർ
ജോമെട്രിക്കൽ അറേഞ്ച്മെന്റ് ഉണ്ടാകുന്ന ക്രിസ്റ്റലുകളെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുന്നത്. അമോർഫസ് ആണെങ്കിൽ അത് ഇറഗുലർ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. ഇറഗുലർ ഷേപ്പിലായിരിക്കും അമോർഫസ് സോളിഡ്. അപ്പൊ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രിസ്റ്റലൈൻ സോളിഡ് ഒരു റെഗുലർ ജോമെട്രിക്കൽ അറേഞ്ച്മെന്റ് ഉണ്ടാവും. അത്തരത്തിലുള്ള സോളിഡിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ക്രിസ്റ്റലൈൻ. അമോർഫസ് എന്ന് പറഞ്ഞാൽ അത് ഇറഗുലർ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും കാണിക്കുന്നത്. ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡിൽ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ പോസിറ്റീവ്, നെഗറ്റീവ്. ഇപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡിലാണെങ്കിൽ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ഒരേ ഓർഡറിലായിരിക്കും പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയാൻ സാധിക്കും. പക്ഷെ അമോർഫസിലാണെങ്കിൽ അത് ഷോർട്ട് റേഞ്ച് ഓർഡേഴ്സ് ആയിരിക്കും കാണിക്കുന്നത്. സംശയമില്ലല്ലോ. ഷോർട്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെയാണെങ്കിൽ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇപ്പൊ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, പിന്നെ രണ്ടെണ്ണം അടുത്ത് പോസിറ്റീവ് ആയിരിക്കും, അടുത്ത രണ്ടെണ്ണം നെഗറ്റീവ് ആയി എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറിലൊന്നും ആയിരിക്കില്ല പാർട്ടിക്കിൾസിനെ അവിടെ കാണാൻ നമുക്ക്. അപ്പൊ അവിടെ എന്ത് ഓർഡർ ആയിരിക്കും കാണിക്കുന്നത്? ഷോർട്ട് റേഞ്ച് ഓർഡേഴ്സ് ആയിരിക്കും കാണിക്കുന്നത്. തേർഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ക്രിസ്റ്റലൈൻ സോളിഡ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നു. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ക്രിസ്റ്റലൈൻ സോളിഡിനെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ബോണ്ട് ഉണ്ട്, ഇതിന്റെ ഇടയിൽ ഒരു ബോണ്ട് ഉണ്ട്, ഇതിന്റെ ഇടയിൽ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ എല്ലാം ബോണ്ട് ഉണ്ട്. ഈ ബോണ്ടിനെയൊക്കെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉപയോഗിച്ച് നമുക്ക് ഫോർ എക്സാമ്പിൾ 10 ഡിഗ്രി സെൽഷ്യസ് ഉപയോഗിച്ച് ഇതിനകത്തുള്ള എല്ലാ ബോണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഏത് സോളിഡിലാണ്? ക്രിസ്റ്റലൈൻ സോളിഡിനകത്ത് ഇതിനകത്തുള്ള ബോണ്ടുകളെ നമുക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അവിടെ എന്ത് കാണിക്കുന്നത്? ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നത്. അമോർഫസ് സോളിഡിലാണെങ്കിൽ ഡു നോട്ട് ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഇവിടെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നില്ല. കാരണം ഇവിടെ ഒരു പോസിറ്റീവ് ആണ്, ഇവിടെ ഒരു നെഗറ്റീവ്, ഇവിടെ രണ്ട് പോസിറ്റീവ് ആണ്. അപ്പൊ ഇതിനകത്തുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത 10 ഡിഗ്രി സെൽഷ്യസ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇവിടെ 15 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ 18 ഡിഗ്രി സെൽഷ്യസിലൊക്കെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബോണ്ടിനെ എന്ത് ചെയ്യാൻ പറ്റൂ? ബ്രേക്ക്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അമോർഫസ് സോളിഡിനകത്തുള്ള ബോണ്ടുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ബ്രേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അത് എന്താണ്? ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നില്ല. അടുത്ത ഫോർത്ത് ഡിഫറൻസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ് കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് അനൈസോട്രോപിക് പ്രോപ്പർട്ടി. എന്താണ് അതിന് പറയുന്ന പേര്? അനൈസോട്രോപിക് പ്രോപ്പർട്ടി. എന്താണ് അനൈസോട്രോപിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറന്റ് ഡയറക്ഷൻ. ഷോർട്ട് ഫോമിൽ പഠിക്കുക. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് അനൈസോട്രോപിക് സോളിഡ്? എന്താണ് അനൈസോട്രോപിക് സോളിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറന്റ് ഡയറക്ഷൻ. ഒരു ഷോർട്ട് ഫോമിൽ DD എന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. എന്താണ് അനൈസോട്രോപിക് എന്ന് പറഞ്ഞാൽ? ഡിഫറന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറന്റ് ഡയറക്ഷൻ. അതുപോലെ തന്നെ അമോർഫസ് സോളിഡ് കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഐസോട്രോപിക് സോളിഡ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്ന പേര്? ഐസോട്രോപിക് സോളിഡ്. ഐസോട്രോപിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറന്റ് ഡയറക്ഷൻ. അതിനെ നമ്മൾ SD എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അനൈസോട്രോപിക്കിനെ നമ്മൾ എന്ത് ഓർക്കുക? DD. ഐസോട്രോപിക്കിനെ നമ്മൾ എന്ത് ഓർക്കുക? SD. എന്താണ് DD? ഡിഫറന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറന്റ് ഡയറക്ഷൻ. എന്താണ് SD? സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറന്റ് ഡയറക്ഷൻ. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ 4 ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ഇനി 5ാമത്തെ ഡിഫറൻസ് പറയുകയാണെങ്കിൽ ഇറ്റ് ക്ലിയർ കട്ട് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡുകളെ നമുക്ക് കട്ട് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. കാരണം അതിന്റെ ഷേപ്പ് ഒരു റെഗുലർ ജോമെട്രിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ക്ലിയർ കട്ട് ക്ലീവേജ് ആക്കാൻ സാധിക്കുന്നു. അപ്പൊ ക്ലിയർ കട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡിന് ഒരു റെഗുലർ ജോമെട്രിക്കൽ അറേഞ്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത്. മറ്റേ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ദേ ഡു നോട്ട് ഹാവ് ക്ലിയർ കട്ട്സ്.
അതിനെ കട്ട് ചെയ്ത് നമുക്ക് റെഗുലർ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇറഗുലർ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് അതിനെ കട്ട് ചെയ്യാൻ സാധിക്കാത്തത്. അപ്പൊ 5 ഡിഫറൻസ് പറഞ്ഞു. ഒരു ഡിഫറൻസ് കൂടിയുണ്ട്. ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡിന് പറയുന്ന വേറൊരു പേരാണ് ട്രൂ സോളിഡ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ സ്കൂളില് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയണമെന്നുമില്ല. അതിന് പകരം എന്തെന്നേ പറയുള്ളൂ, ട്രൂ സോളിഡ് എന്നേ പറയുള്ളൂ. അമോർഫസ് സോളിഡിന് പറയുന്ന വേറൊരു പേരാണ് സീഡോ സോളിഡ്. എന്താണ് പറയുന്ന പേര്? സീഡോ സോളിഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു 4 ഡിഫറൻസ്, ഞാനിപ്പോ 6 ഡിഫറൻസ് ഞാൻ പറഞ്ഞു. ഇതിന് 4 ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഏതെങ്കിലും ഒരു 4 ഡിഫറൻസ് ഓർത്ത് വെക്കുക. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് അമോർഫസ് സോളിഡ്? ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിനകത്ത് സെപ്പറേറ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഐസോട്രോപിക് സോളിഡ് ഒരുപാട് കൊല്ലം പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഇത് ഓർക്കുക, SD അനൈസോട്രോപിക് പഠിക്കുമ്പോൾ DD ഓർക്കുക. അപ്പൊ എന്താണ് അനൈസോട്രോപിക് എന്ന് പറഞ്ഞാൽ? ഡിഫറന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറന്റ് ഡയറക്ഷൻ. ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറന്റ് ഡയറക്ഷൻ. ഓക്കെ, സംശയമില്ലല്ലോ. ഇതാണ് നമ്മൾ ആദ്യത്തെ സോളിഡിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നമ്മൾ ഈ അമോർഫസും ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞു. ഈ ക്രിസ്റ്റലൈൻ സോളിഡിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്. ക്രിസ്റ്റലൈൻ സോളിഡ്, crystalline solid in the classification. Crystalline solid are mainly classified into 4 types. First one, ionic solid. Second one, covalent solid. ഇതിനെ അയോണിക് സോളിഡ് അല്ലെങ്കിൽ അയോണിക് ക്രിസ്റ്റൽ എന്നും പറയാം. ചിലപ്പോൾ സ്കൂളിൽ അയോണിക് ക്രിസ്റ്റൽ എന്നായിരിക്കും പറയുന്ന. അയോണിക് സോളിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അയോണിക് ക്രിസ്റ്റൽ. സെക്കൻഡ് വൺ, കോവാലന്റ് സോളിഡ്. തേർഡ് വൺ, molecular solid, and fourth one, metallic solid. Okay, സംശയമില്ലല്ലോ. അപ്പൊ crystalline solids are mainly classified into 4 types. First one, ionic solid. അപ്പോ ഇത് 4 പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. അപ്പൊ അയോണിക് സോളിഡിനകത്ത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആയിരിക്കും. എന്തായിരിക്കും? അയോണിക് സോളിഡിനകത്ത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആയിരിക്കും. ഈ അയോണിക് സോളിഡ് പ്രധാനമായിട്ടും ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും കാണിക്കുന്നത്. അയോണിക് സോളിഡ് എന്താണ്? അതിനകത്ത് എന്തൊക്കെയാണ് കാണിക്കുന്നത്? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺ ആയിരിക്കും. അത് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും കാണിക്കുന്നത്. സംശയമില്ലല്ലോ. സെക്കൻഡ് വൺ, കോവാലന്റ് സോളിഡ്. കോവാലന്റ് സോളിഡില് കോൺസ്റ്റിറ്റ്യുവൻസ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആയിരിക്കും. ശ്രദ്ധിച്ചിരിക്കുക, അയോണിക് സോളിഡില് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആയിരിക്കും. ഇവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? ആറ്റംസ്. ഇവിടെയും എന്ത് കാണിക്കുന്നു? ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കാണിക്കുന്നു കോവാലന്റ് സോളിഡ്. ഓക്കെ, തേർഡ് വൺ, മോളിക്കുലാർ സോളിഡിലാണെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആയിരിക്കും. പഠിച്ചു വെക്കുക, ഓരോന്നിനും പഠിക്കാൻ എളുപ്പമാണ്. അയോണിക് സോളിഡിലാണെങ്കിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺ ആയിരിക്കും. ഓക്കെ, ക്ലിയർ. സെക്കൻഡ് വൺ, കോവാലന്റ് സോളിഡിലാണെങ്കിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആയിരിക്കും. അടുത്ത മോളിക്കുലാർ സോളിഡിലാണെങ്കിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആയിരിക്കും. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി മോളിക്കുലാർ സോളിഡിനെ വീണ്ടും 3ആയി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. 3ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നോൺ പോളാർ സോളിഡ്, സെക്കൻഡ് വൺ പോളാർ സോളിഡ്, ആൻഡ് തേർഡ് വൺ ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്. അപ്പൊ ഏതിന് മാത്രമേ ക്ലാസിഫിക്കേഷൻ ഉള്ളൂ? മോളിക്കുലാർ സോളിഡിനെ വീണ്ടും നമുക്ക് 3ആയി ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? നോൺ പോളാർ സോളിഡ് എന്നും പോളാർ സോളിഡ് എന്നും ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ് എന്നും പറഞ്ഞ് 3ആയി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇതിനകത്താണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഡൈപോൾ അട്രാക്ഷൻ, ലണ്ടൻ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് വരുന്ന കാര്യമാണ്. ഇനി മെറ്റാലിക് സോളിഡിലാണെങ്കിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് മെറ്റൽ അയോൺസ് ആയിരിക്കും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. അപ്പൊ ഇത്രയും നമ്മൾ ഓർത്ത് വെക്കുക.
ഇപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഏതൊക്കെയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? അയോണിക് സോളിഡ് എന്നും, കോവാലന്റ് സോളിഡ് എന്നും, മോളിക്കുലാർ സോളിഡ് എന്നും, മെറ്റാലിക് സോളിഡ് എന്നും പറഞ്ഞ് നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ഓരോന്നിനും നമ്മൾ ഓർത്ത് വെക്കേണ്ട അയോണിക് സോളിഡിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്താ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺ. കോവാലന്റ് സോളിഡിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്താ? ആറ്റം ആയിരിക്കും. മോളിക്കുലാർ സോളിഡിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾ ആയിരിക്കും. മെറ്റാലിക് സോളിഡിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പോസിറ്റീവ് മെറ്റൽ അയോൺ ആയിരിക്കും. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇതാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാല് 2 വളരെ പ്രധാനപ്പെട്ട ടേംസ് ആണ്. ആ ടേംസിന്റെ പേര് ഒന്ന് ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് സെക്കൻഡ് വൺ യൂണിറ്റ് സെൽ. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിനെ ഒരു റെഗുലർ ഓർഡർ അറേഞ്ച്മെന്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കിൾസിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഒരു റെഗുലർ ഓർഡർ അറേഞ്ച്മെന്റിൽ. നമ്മളിതാ ഇങ്ങനെ വരയ്ക്കുന്നത് കുറെ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുക. ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ റെഗുലർ ഓർഡർ അറേഞ്ച്മെന്റിൽ നമ്മൾ അറേഞ്ച് ചെയ്തേക്കും. ഇതിനകത്ത് നിന്ന് നിങ്ങൾ നോക്കുക, ഓക്കെ. അപ്പോ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിനെ ഒരു റെഗുലർ അറേഞ്ച്മെന്റിലായിരിക്കും പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ട് അത് പോവുകയാണ്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റിപ്പീറ്റിംഗ് യൂണിറ്റിന് പറയുന്ന പേരാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും യൂണിറ്റ് സെൽ കാണുന്നത് ക്യൂബിക് ഫോമിലാണ് 80%. ബാക്കി പല ഫോമുകളിലും കാണപ്പെടുന്നു. 80% യൂണിറ്റ് സെൽ കാണപ്പെടുന്നത് എങ്ങനെയാണ്? ക്യൂബിക് ഫോമിലാണ്. അപ്പൊ എന്താണ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ? എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് ആർ കോൾഡ് യൂണിറ്റ് സെൽ. സംശയമില്ലല്ലോ. അപ്പൊ 2 ടേംസുകളാണ് ക്രിസ്റ്റൽ ലാറ്റിസും യൂണിറ്റ് സെല്ലും. ഇനി നമുക്ക് പഠിക്കേണ്ടത് ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ലിനെ.